ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് നാടെങ്ങും ആഹ്ലാദ പ്രകടനം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസുകാർ നടത്തിയ കടിപിടി ഏത് തരത്തിലുള്ള ഭരണമാണെന്ന മുന്നറിയിപ്പാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദർശനം സാംസ്കാരിക വേദിയിൽ വേനൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ച് പെരുവയലിൽ UDF പ്രകടനം. ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പെരുവയലിൽ UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ വരും നാളുകളിൽ സംസ്ഥാനത്ത് UDF കരുത്തുറ്റ മുന്നേറ്റം നടത്തുമെന്ന ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയുമാണ് പ്രവർത്തകർ പ്രകടനത്തിൽ അണിചേർന്നത്. പെരുവയൽ ടൗൺ കേന്ദ്രീകരിച്ച് നടന്ന പരിപാടിക്ക് പ്രമുഖ UDF നേതാക്കളായ നെച്ചിൽ തൊടുകയിൽ ഹംസ, ബിനു എഡ്വേർഡ്, രവികുമാർ പനോളി, ഉനൈസ് അരീക്കൽ, അൻസാർ കുണാറമ്പ്, ആബിദ് കൊണാറമ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മാവൂർ. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസുകാർ നടത്തിയ കടിപിടി ഏത് തരത്തിലുള്ള ഭരണമാണെന്ന മുന്നറിയിപ്പാണ് നൽകുന്നതെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന തിരിച്ചടികളുടെ കാരണങ്ങൾ കണ്ടെത്താനോ അവ തിരുത്തി നഷ്ടപ്പെട്ട ജനപിന്തുണ വീണ്ടെടുക്കാനോ സാധിക്കാതെ പോയതാണ് 99 നിന്നും 35 ഇടതു സീറ്റ് നില കുറയാൻ കാരണമായതെന്ന് INL സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. നയപരമായ പാളിച്ചകൾ, സംഘടനാപരമായ വീഴ്ചകൾ എന്നിവ അപ്പപ്പോൾ തിരുത്താനും വലിപ്പച്ചെറുപ്പമില്ലാതെ ഘടകകക്ഷികൾക്ക് വളരാനും ജനകീയ അടിത്തറ വികസിപ്പിക്കാനും അവസരമൊരുക്കേണ്ടത് മുന്നണി നേതൃത്വത്തിന്റെ കടമയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. താഴെത്തട്ടിൽ വരെ മുന്നണി സംവിധാനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ അപ്പപ്പോൾ ഫലപ്രദമായി ചർച്ച ചെയ്ത് പ്രതിവിധി കണ്ടെത്താനും സംവിധാനം ഒരുക്കേണ്ടതുണ്ടെന്നും INL നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സമരജാഥയുടെ വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. പുരോഗമന കേരളം എന്ന് പറയുന്ന ഇടത്ത് തന്നെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട വംശീയമായ പ്രചാരണങ്ങൾ, ജാതീയമായ വിവേചനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരികയാണ്. ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് അതിന്റെ തുടക്കത്തിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം നമുക്കറിയാം. കേരളത്തിൽ തന്നെ ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രോഹിത് വെമുല ആക്ട് കേരളത്തിൽ നടപ്പിലാക്കണമെന്ന് പറയുന്ന ആവശ്യം ആദ്യമായി കേരളത്തിൽ ഉന്നയിച്ച
വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ക്യാമ്പസുകളിലെ ജാതീയ വംശീയ വിവേചനങ്ങൾ അവസാനിപ്പിക്കുക, കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ നയിക്കുന്ന സമരജാഥ മെയ് 16 മുതൽ 30 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യവസ്ഥാപിത കൊലപാതകത്തിനിരയായ നിതിൻ രാജ് പഠിച്ച കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ മെയ് 15 വൈകിട്ട് ജാഥ ക്യാപ്റ്റന് പതാക കൈമാറും. 16 രാവിലെ കാസർഗോഡ് ടൗണിൽ ഉദ്ഘാടന സമ്മേളനം നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു, UDF അധികാരത്തിലെത്തുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ, അതിന്റെ മന്ത്രിസഭ രൂപീകരിക്കുന്ന സമയത്ത് തന്നെ, അതിന്റെ മുഖ്യമന്ത്രി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് തന്നെ രോഹിത് മുല ആക്ട് എന്ന് പറയുന്ന ആക്ട് കേരളത്തിന്റെ ക്യാമ്പസുകളിൽ നടപ്പിലാക്കാനുള്ള ആർജവം UDFന്റെ പുതിയ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ സമരജാഥയിലൂടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദർശനം സാംസ്കാരിക വേദിയിൽ വേനൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ദർശനം ബാലവേദിയുടെ സഹകരണത്തോടെ വള്ളിയും പുള്ളിയും അക്ഷരക്കളരിയിൽ വിജ്ഞാനപ്രദമായ പഠന ക്യാമ്പാണ് ഒരുക്കിയത്. ഇനി 10 നാൾ ദർശനം സാംസ്കാരിക വേദിയിൽ കുട്ടികൾ ആഹ്ലാദ നിമിഷങ്ങളിലാകും. ഇവിടെ പാട്ടും പറച്ചിലും വരയും ചിരിയും ചിന്തയും നിറച്ചാകും ഓരോ ദിവസവും. കുട്ടികളെ കാത്തിരിക്കുന്നത് വൈവിധ്യവും വിജ്ഞാനപ്രദവുമായ അക്ഷരക്കളരി. ക്യാമ്പ് കവിയും ഗാനരചയിതാവുമായ PK ഗോപി ഉദ്ഘാടനം ചെയ്തു. അർത്ഥമായി വാക്കിന് എങ്ങനെ ചെറിയ ചെറിയ അടയാളങ്ങളാൽ അർത്ഥവ്യത്യാസം സംഭവിക്കുന്നു എന്ന അത്ഭുതം പഠിപ്പിക്കാനാണ് ഈ ക്യാമ്പ്. അതൊരു സൂചന മാത്രമാണ്. അത് മാത്രമല്ല പഠിക്കുന്നത്, അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ കൊണ്ട്, ചെറിയ ചെറിയ ചേരുവകൾ കൊണ്ട് വലിയ അർത്ഥം സംഭവിച്ചു പോകും, അനർത്ഥവും സംഭവിച്ചു പോകും. ചിത്രകാരനും ശില്പിയുമായ ഗുരുകുലം ബാബു തത്സമയം PK ഗോപിയുടെ ചിത്രം വരച്ചപ്പോൾ കുട്ടികളിൽ ആഹ്ലാദമുയർന്നു. കുട്ടികൾക്ക് പാട്ട് പാടിക്കൊടുക്കാൻ മുതിർന്നവർ മുന്നോട്ട് വന്നത് ക്യാമ്പിനെ സജീവമാക്കി. PK ഗോപി രചിച്ച് ഗൗരി സുനിൽകുമാർ ആലപിച്ച മുദ്രാഗാനത്തോടെയാണ് ക്യാമ്പ് തുടങ്ങിയത്. കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ വിനീത സജീവ് അധ്യക്ഷയായി. ആബിദ പള്ളിത്താഴം, ശ്രീരഞ്ജിനി ചേവായൂർ എന്നിവർ ക്ലാസ് എടുത്തു. പ്രോഗ്രാം കോർഡിനേറ്റർ MA ജോൺസൺ, കോർപ്പറേഷൻ കൌൺസിലർ ശ്രീതു ശിവേഷ്, താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ, NS മേരി കോട്ടുപള്ളിൽ, P തങ്കം തുടങ്ങിയവർ സംബന്ധിച്ചു. വരും ദിവസങ്ങളിൽ മാജിക്, ക്ലേ മോഡലിംഗ് തുടങ്ങിയവയിൽ പരിശീലനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭക്തർക്ക് ദർശന പുണ്യമേകി തളിയിൽ ഗംഗാ ആരതി. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായ ഗംഗാ ആരതി വീക്ഷിക്കുവാൻ നിരവധി ആളുകളാണ് എത്തിയത്. ശനേശ്വര നവഗ്രഹ ക്ഷേത്രമായ കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ശ്രീ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള ഗംഗാ ആരതി വീക്ഷിക്കാൻ
വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വൈകിട്ട് 6:30 മണിക്ക് ആരംഭിക്കുന്ന ഗംഗ ആരതി കാണുന്നതിനായി ഭക്തജനങ്ങൾ 5 മണിക്ക് തന്നെ തളിക്കുളത്തിന് ചുറ്റും ഇടം പിടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മെയ് 16 വരെ വൈകുന്നേരം 6:30 ഗംഗ ആരതി ആരംഭിക്കും. ഗംഗ ആരതി വഴിപാടാക്കുന്നതിനായി ക്ഷേത്രത്തിൽ പ്രത്യേകം കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. വാരാണസിയിൽ നിന്നും എത്തിയ പുരോഹിതന്മാരാണ് ഗംഗ ആരതിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത്. തളി മഹാകുംഭാഭിഷേക മഹായജ്ഞത്തിന്റെ ഭാഗമായുള്ള അതിരുദ്ര മഹായജ്ഞം 4 ദിവസം പിന്നിട്ടു. അതിരുദ്ര മഹായജ്ഞം മെയ് 16 ഉച്ചയ്ക്ക് 1 മണിക്ക് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. SFI കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം പി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ സമഗ്ര അന്വേഷണം നടത്തുക, കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് SFI കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. SFI കേന്ദ്ര കമ്മിറ്റി അംഗം പി താജുദ്ദീൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സരോദ് ചങ്ങാടത്ത് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം KC ഫർഹാൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ അശ്വന്ത് ചന്ദ്ര, പി സ്വരാഗ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TP അമൽരാജ്, സെക്രട്ടേറിയറ്റ് അംഗം സിയാന MM എന്നിവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ പ്രതിഷ്ഠാ വാർഷിക മഹോത്സവ പരിപാടികൾക്ക് തുടക്കമായി. ശിവഗിരി മഠ വൈദികാചാര്യൻ സ്വാമി ശിവനാരായണ തീർത്ഥ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ഹിൽ അത്താണിക്കൽ ശ്രീനാരായണ ഗുരുവരാശ്രമത്തിന്റെ 108ാമത് വാർഷിക തീർത്ഥാടനത്തിന്റെയും പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന്റെയും ഉദ്ഘാടനം ശിവഗിരി മഠം വൈദികാചാര്യൻ സ്വാമി ശിവനാരായണ തീർത്ഥ നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷനൂപ് താമരക്കുളം അധ്യക്ഷനായിരുന്നു. വെള്ളി വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു ആശ്രമം ലോകത്തെവിടെയും ഇല്ലാത്ത ഒരു സംവിധാനം നമുക്കിവിടെ ചെയ്യാൻ സാധിച്ചു. അത് നല്ല രീതിയിൽ ഇത്തരത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതലായി ശക്തമായ രീതിയിൽ മുന്നോട്ട് വളരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എലത്തൂർ മണ്ഡലം MLA വിദ്യാ ബാലകൃഷ്ണൻ, മലയാളി മുദ്ര മാധ്യമ പുരസ്കാര ജേതാവ് ഉദിനൂർ സുകുമാരൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഗുരുദേവൻ കാണിച്ചു തന്ന വഴി അത് സത്യത്തിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെ നടന്നു പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നു വരാനുള്ള അവസരമൊരുക്കിയതിന് എല്ലാവരോടുമുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് വിദ്വേഷത്തിൻ്റെ നാളുകൾ നമ്മുടെ നാടിനെ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ പ്രഭ പരത്താൻ എല്ലാവർക്കും ഒന്നിച്ചു മുന്നോട്ട് പോകാമെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഈ ഒരു സ്നേഹാദരണത്തിന് നന്ദി പ്രകാശിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. യൂണിയൻ സെക്രട്ടറി സുധീഷ് കേശവപുരി, യൂണിയൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് M രാജൻ, K ബിനുകുമാർ, PK ശ്രീലത തുടങ്ങിയവരും സംസാരിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി വരക്കൽ കടപ്പുറത്തു നിന്നും ആരംഭിച്ച തീർത്ഥാടന ഘോഷയാത്ര ഗുരുവരാശ്രമത്തിൽ സമാപിച്ചു. പരിപാടികളുടെ ഭാഗമായി വിശേഷാൽ ഗുരുപൂജ, കലശപൂജ, കലശാഭിഷേകം, മഹാഗുരുപൂജ, അന്നദാനം, സർവൈശ്വര്യ പൂജ, ദീപാരാധന എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%.
Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് കോഴിക്കോട് CSCOയുടെ കൈത്താങ്ങ്. പ്രമുഖ മരവ്യവസായി PT മുഹമ്മദ് അലി അഭയം പദ്ധതിയിലെ 26ാമത് വീടിന് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കല്ലായി സ്വദേശിയും നിർധനയുമായ വീട്ടമ്മയ്ക്കാണ് CSCO കൈത്താങ്ങായത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കല്ലായി VK കൃഷ്ണമേനോൻ റോഡ് സ്നേഹതീരം റെസിഡൻസിൽ 2.40 സെന്റ് സ്ഥലത്താണ് 26ാമത് വീടിന് തറക്കല്ലിട്ടത്. പ്രമുഖ മരവ്യവസായിയും ടിംബർ മർച്ചന്റ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റുമായ PT മുഹമ്മദ് അലി തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. അത്ഭുതം എന്ന് പറയാനേ പറ്റുള്ളൂ. ചില അസാധ്യം എന്ന വാക്കുകൾക്ക് സാധ്യം എന്ന അർത്ഥം കണ്ടെത്തിയ നമ്മുടെ പ്രസിഡന്റിനും അതിൻ്റെ മറ്റംഗങ്ങളെയും ഞാൻ വീണ്ടും അഭിനന്ദിക്കുകയാണ്. ഈ തരത്തിലുള്ള സൂചന പോലും നമുക്ക് തരുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ സമൂഹത്തിന് എന്ത് ചെയ്തു എന്ന് നമ്മൾ ആരോടും പറയണ്ട, നമ്മൾ തന്നെ സ്വയം നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ധാരാളമാണ്. അങ്ങനെ സമൂഹത്തിനും വേണ്ടി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ സംഘടന ചെയ്തിട്ട് പോന്നിട്ടുണ്ട്. ഇനിയും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. കോർപ്പറേഷൻ കൌൺസിലർ ബൈജു കാളക്കണ്ടി മുഖ്യ അതിഥിയായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, K നൌഷാദ് അലി, PP അബ്ദുള്ളക്കോയ, CPM സയ്യിദ് അഹമ്മദ്, PVC യൂനസ്, പാലക്കണ്ടി മൊയ്തീൻ കോയ, PM മെഹബൂബ്, ആദം കാതിരിയകത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. തറയിട്ടതിൽ ഇതിനകം 12 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. 5 വീടുകളിൽ താമസവും തുടങ്ങി. സപ്തതിയുടെ നിറവിൽ CSCO 70 വീടുകൾക്ക് തറയിടൽ നിർവഹിക്കുകയാണ് ലക്ഷ്യമെന്ന് CSCO പ്രസിഡന്റ് CBV സിദ്ദീഖും ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാനും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഹോട്ടൽ പണിമുടക്കിൽ വിശക്കുന്നവർക്ക് തുണയായി വിശപ്പ് രഹിത കേരളം പദ്ധതി. ഭക്ഷണം കിട്ടാതെ വലഞ്ഞ നിരവധി ആളുകൾക്കാണ് രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം നൽകിയത്. ഹോട്ടൽ പണിമുടക്കിൽ ഭക്ഷണം ലഭിക്കാതെ വലഞ്ഞവർക്ക് ആശ്വാസമായി തെരുവിന്റെ മക്കൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിശപ്പ് രഹിത കേരളം പദ്ധതി അനുഗ്രഹമായി. സാധാരണ പ്രഭാത ഭക്ഷണം സൗജന്യമായി വിതരണം ചെയ്യുന്ന ട്രസ്റ്റ് പണിമുടക്ക് ദിവസം രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം വിതരണം ചെയ്തു. പാളയം റെയിൽവേ സ്റ്റേഷൻ പരിസരം, KSRTC പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഭക്ഷണ വിതരണം നടന്നത്. വീടുകളിൽ നിന്നും പുറപ്പെടുമ്പോൾ ഒരാൾക്കുള്ള ആഹാരമെങ്കിലും കരുതിയാൽ അതൊരു വലിയ പുണ്യകർമ്മമായിരിക്കുമെന്ന് അറിയിച്ചതിനാൽ ധാരാളം പേർ ഭക്ഷണവുമായി എത്തുകയായിരുന്നു. 1/4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിൽ ഫൗണ്ടർ സലീം വട്ടക്കിണറിന്റെ നേതൃത്വത്തിലാണ് അന്നദാനം തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡിഫൻസ് ലാൻഡ് ഇന്റർനാഷണൽ മാർഷൽ ആർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഓൾ ഇന്ത്യ ഓപ്പൺ ക്യോകുഷിൻ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് IKO മാറ്റ്സുഷിമ കപ്പ് 2026 സംഘടിപ്പിക്കുന്നു. മെയ് 17 ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ദേശീയ തലത്തിലുള്ള കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മെയ് 17 കോഴിക്കോട് VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. കേരളം, തമിഴ്നാട്, കർണാടക, പശ്ചിമ ബംഗാൾ, തെലങ്കാന, മഹാരാഷ്ട്ര എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 600ഓളം താരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കും. ടൂർണമെന്റിൽ ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ വിജയിക്കുന്ന താരത്തിന് ടൈറ്റിൽ ബെൽറ്റ് എന്ന വിശിഷ്ട ബഹുമതി നൽകും. IKO മാറ്റ്സുഷിമ കപ്പിലൂടെയാണ് ഇന്ത്യൻ കരാട്ടെ മത്സര ചരിത്രത്തിൽ ആദ്യമായി ഈ രീതിയിലുള്ള ടൈറ്റിൽ ബെൽറ്റ് അവതരിപ്പിക്കുന്നതെന്ന് IKO ബ്രാഞ്ച് ചീഫ് ഇന്ത്യ സെൻസൈ സാജ് നാലകത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വിജിൽ ഭാരവാഹിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന P വേലായുധൻ അനുസ്മരണ സമ്മേളനം കോഴിക്കോട്ട് നടന്നു. മേയർ O സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ എന്നും ഓർമ്മിക്കപ്പെടുന്ന മാതൃകാ വ്യക്തിത്വത്തിനുടമയായിരുന്നു P വേലായുധനെന്ന് മേയർ അനുസ്മരിച്ചു. ഇത്തരം ആദർശശാലികളാണ് പ്രകാശം പരത്തുന്ന ജീവിതങ്ങളെന്നും മേയർ കൂട്ടിച്ചേർത്തു. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള ചടങ്ങിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. തത്വാധിഷ്ഠിത നിലപാടിൽ ഉറച്ചുനിന്നുകൊണ്ട് സംഘടനയുടെ ചട്ടക്കൂടിനെ മറികടക്കാതെ പൊതുപ്രവർത്തനം നടത്തിയ വ്യക്തിയായിരുന്നു P വേലായുധനെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരിക്കലും വേദിയിൽ വരാതെ പിന്നിൽ നിന്നും സംഘടനയെ നയിച്ച മികച്ച സംഘാടകനും കൂടിയായിരുന്നു വേലായുധൻ.
ഏത് വേദിയിലും സത്യം തുറന്നു പറയാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്നും PS ശ്രീധരൻപിള്ള കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ കോർപ്പറേഷൻ കൗൺസിലർ നമ്പിടി നാരായണൻ, അമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി വിവേകാമൃത, അഡ്വക്കേറ്റ് M രാജൻ, അഡ്വക്കേറ്റ് KP ബഷീർ, P ഗോപാലൻകുട്ടി മാസ്റ്റർ, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, V മോഹനൻ മാസ്റ്റർ, K ഗംഗാധരൻ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ വിജിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് തോമസ് അധ്യക്ഷനായിരുന്നു. അഡ്വക്കേറ്റ് O ഗിരീഷ്, TH വത്സരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യം അർപ്പിച്ച് നാടെങ്ങും ആഹ്ലാദ പ്രകടനം. മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസുകാർ നടത്തിയ കടിപിടി ഏത് തരത്തിലുള്ള ഭരണമാണെന്ന മുന്നറിയിപ്പാണെന്ന് ഇന്ത്യൻ നാഷണൽ ലീഗ്. കേരളത്തിൽ രോഹിത് ആക്ട് നടപ്പിലാക്കണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് SFI ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ദർശനം സാംസ്കാരിക വേദിയിൽ വേനൽ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.